ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. കേരളത്തിൽ വ്യക്തി കേന്ദ്രീകൃത പ്രചരണം തിരിച്ചടിയായെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനം. പ്രചാരണം പിണറായിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചത് എതിരാളികൾക്ക് ഗുണമായി. വ്യക്തി കേന്ദ്രീകൃത പ്രചരണവും പാർട്ടി നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനവും തിരിച്ചടിയായെന്നും പാർട്ടിയുടെ ദേശീയ നിലപാട് കേരള ഘടകം ദുർബലപ്പെടുത്തിയെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. PM ശ്രീയിലും ലേബർ കോഡിലും വ്യതിചലനമുണ്ടായി. അയ്യപ്പ സംഗമവും തെറ്റായ തീരുമാനമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ തയ്യാറാകാത്തതും തിരിച്ചടിക്ക് കാരണമായെന്ന് നേതാക്കൾ വിമർശിക്കുകയാണ്. K സജീഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സജീഷ്, നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ വിലയിരുത്തിയ കാര്യങ്ങളാണ്, അത് ഒന്നുകൂടി കേന്ദ്ര കമ്മിറ്റിയിൽ ഊന്നി പറയുന്നു. വ്യക്തി കേന്ദ്രീകൃത പ്രചാരണം, അതായത് പിണറായി വിജയനെ മാത്രം മുഖമായി കണ്ടുകൊണ്ടുള്ള പ്രചാരണം ഗുണം ചെയ്തില്ല. അതൊക്കെ പാർട്ടി വെട്ടിലായോ, കഴിഞ്ഞ സർക്കാർ വെട്ടിലായോ, അക്കാര്യങ്ങൾ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലേ? വിവിധ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും റിപ്പോർട്ടായി ചേർക്കാത്ത ഒരു കാര്യം മാത്രമാണ് കേന്ദ്ര കമ്മിറ്റി ചേർന്ന ശേഷമുള്ള വിലയിരുത്തലുള്ളത്. അത് വ്യക്തി കേന്ദ്രീകൃത പ്രചരണമാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച നടന്നപ്പോൾ പിണറായി വിജയൻ എന്ന ഒറ്റയാളെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുന്നത് തിരിച്ചടിയായി എന്ന് ജില്ലാ നേതൃത്വത്തിലും ഒപ്പം തന്നെ താഴെ ബ്രാഞ്ച് വരെയുള്ള തലങ്ങളിലും ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അത് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ അത് പരാമർശിക്കപ്പെട്ടിരുന്നില്ല. പിണറായിയോ ഗോവിന്ദനോ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രചരണങ്ങൾ ഒന്നും തന്നെ ഇതിനെ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബാധിച്ചു എന്ന കാര്യം ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടിൽ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തി കേന്ദ്രീകൃത പ്രചരണം, അതായത് പിണറായി എന്ന ഒരാളെ കേന്ദ്രീകരിച്ച് മാത്രം നടത്തിയ പ്രചരണം വലിയ തോതിൽ പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി എന്നാണ്. പ്രചരണം പിണറായിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചത് എതിരാളികൾക്കാണ് ഗുണകരമായത്. വ്യക്തി കേന്ദ്രീകൃത പ്രചരണവും പാർട്ടി നയങ്ങളുള്ള വ്യതിചലനവും തിരിച്ചടി എന്നാണ്. അതായത് സംസ്ഥാന കമ്മിറ്റി പരാമർശിക്കാത്ത പിണറായി വിജയൻ എന്ന ക്യാപ്റ്റനിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച പ്രചരണം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്ന നിർണായകമായ ഒരു കണ്ടെത്തലും വിലയിരുത്തലുമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഏതായാലും അത് വലിയ തോതിൽ ഇനി പാർട്ടിയുടെ താഴ്ഘടകങ്ങൾ ചർച്ചയാകും എന്ന് ഉറപ്പാണ്. മറ്റേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് പാർട്ടിയുടെ ദേശീയ നിലപാട് ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് കേരള ഘടകത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. PM ശ്രീയിലും ലേബർ കോഡിലും വ്യതിചലനം ഉണ്ടായി. അയ്യപ്പ സംഗമം തെറ്റായ പ്രചരണത്തിന് അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള തീരുമാനമാണ് അയ്യപ്പ സംഗമം ഉണ്ടായത്. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തെറ്റ് മാത്രമല്ല, ആ അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് വലിയ തോതിൽ തിരിച്ചടി ആയി എന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. SNDP നേതൃത്വത്തോട് അകലം പാലിക്കണമെന്ന പാർട്ടി നിർദ്ദേശം സംസ്ഥാനത്ത് പാലിക്കപ്പെട്ടില്ല. അതായത് കേന്ദ്ര നേതൃത്വം തന്നെ SNDPയുടെ വർഗീയ നിലപാടുകൾ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ നിലപാടുകളോട് അകലം പാലിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ നിർദ്ദേശം നൽകിയിട്ട് പോലും അത് പാലിക്കപ്പെട്ടില്ല എന്ന ഗുരുതരമായ വിമർശനവും കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. SNDP നേതൃത്വത്തിന്റെ സംഘപരിവാർ ബന്ധം തുറന്നു കാട്ടിയില്ല. ഒപ്പം BJPയുമായി ഈ സഹകരണ സംശയം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ എതിരാളികൾക്ക് സാധിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാന കമ്മിറ്റിയിൽ നിർണായകമാവുകയും ചെയ്യുകയാണ്. ശരി, സജീഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സജീഷ് പറഞ്ഞതുപോലെ തന്നെ CPMലെ ഉൾപാർട്ടി പോര് രൂക്ഷമായിരിക്കെ നിർണായക സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത മാസം ചേരും. വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചില ഇടപെടലുകൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുള്ള പിണറായി വിജയന്റെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നേതൃത്വം കീഴ്ഘടകങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊരു മാറ്റവും വിശാല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകാനിടയില്ല.